ഒടിയന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ട് പാലക്കാടൻ ഗ്രാമങ്ങളിൽ രാത്രികാലങ്ങളിൽ കൺകെട്ടിലൂടെ വേഷം മാറി പല രൂപങ്ങളിൽ അവർ വരുമായിരുന്നു. രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും വഴികളിലൂടെ ഇറങ്ങി നടക്കുവാനും എല്ലാവർക്കും ഭയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒടിയന്റെ ശല്യം തീരെ സഹിക്കാൻ കഴിയാതെ നാട്ടുകാർ ആ ഗ്രാമത്തിലെ പ്രമാണിയായിരുന്ന കുഞ്ഞുണ്ണിക്കാരനവരോട് പരാതി പറഞ്ഞു. ഒടിയനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ കാരണവർ തീരുമാനിച്ചു. ആ രാത്രി ഏറെ വൈകി കയ്യിലൊരു ചൂട്ടും കത്തിച്ച് പിടിച്ച് കാരണവർ ആ ഗ്രാമത്തിന്റെ ഇടവഴികളിലൂടെ ഒടിയനെയും തേടി നടന്നു. ഇരുവശവും മുൾവേലികളുള്ള ഇടവഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ കുറച്ച് ദൂരത്തായി കുഞ്ഞുണ്ണിക്കാരനവർ ഒരാളനക്കം കേട്ടു. ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും ധൈര്യം സംഭരിച്ച് കുഞ്ഞുണ്ണിക്കാരനവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ ഒടിയ, കളി എന്നോട് വേണ്ട. നിന്നെ പിടിച്ചു കെട്ടാനാ ഞാൻ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് വെളിച്ചത്തേക്ക് വന്നോ. അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു കറുത്ത രൂപം അടുത്തേക്ക് വരുന്നത് പോലെ കാരണവർക്ക് തോന്നി. ആ രൂപം അടുത്തേക്ക് വരുന്തോറും വലുതായി വന്നു. തെങ്ങിനും പനയ്ക്കും കുന്നിനും മലയ്ക്കും മുകളിൽ ആകാശത്തോളം ഉയരമായി. കുഞ്ഞുണ്ണിക്കാരനവരുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അധികം താമസിയാതെ കാരണവരുടെ ബോധം പോയി. പിന്നീട് ബോധം വന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ കാരണവർ തറവാടിന്റെ കോലായിൽ കിടക്കുകയാണ്.